മനഃശാസ്ത്ര ചികിത്സയിൽ പ്രഗത്ഭനായ പെസേക്കിയൻ ഒരു രീതി നടപ്പിൽ വരുത്തുകയുണ്ടായി. പ്രത്യേകിച്ചും ഒരു പേഷ്യൻ്റ് വരുന്നതിന് മുമ്പ് കേസ് ഷീറ്റ് നോക്കി ആ പേഷ്യൻറ്റിൻ്റെ ആ പ്രശ്നത്തിൽ ഫലപ്രദമായി ഉള്ളിൽ തട്ടുന്ന ഒരു ചെറിയ കഥ അദ്ദേഹം പറയും, ചുരുങ്ങിയ വാക്കുകളിൽ. പക്ഷെ ആ കഥ വളരെയേറെ പ്രാധാന്യമുള്ളതാവും, ഫലപ്രദവുമാവും, ഉള്ളിൽ തട്ടുന്നതുമാവും. അതേ സമയത്ത് ഒരാളോട് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനോട് തന്നെയും അരുത് എന്ന് പറയുന്നത് പലപ്പോഴും സുഖം ഉള്ള രീതിയല്ല. അതിനു പകരം ഈ കഥയിലൂടെ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിയെ കൊണ്ട് പറയിപ്പിച്ച പോലെ ഈ കഥയിലൂടെ കൊടുക്കുന്ന സന്ദേശം ഉള്ളിൽ തട്ടിയാൽ പലപ്പോഴും നമ്മുടെ ചിന്തയിലും പെരുമാറ്റത്തിലും മാറ്റം വന്നേക്കാം. ഞാൻ ഒരു 4 കഥ പറയട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ഒന്ന്. അടുത്തത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ളത്. പിന്നെയുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്. പിന്നെയുള്ളത് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ളത്. അല്പം നസ്യം കലർന്നതാണെങ്കിലും ഇതിലത്തെ ഫലിതം നിങ്ങൾ ആസ്വദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എവിടെയൊക്കെയോ കേട്ട് ആരൊക്കെയോ പറഞ്ഞും എഴുതിയും ഉള്ള കഥകൾ ഞാൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുകൂടി വിനയത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു കഥ. 86 വയസ്സ് കഴിഞ്ഞ അച്ഛനെ കൊണ്ട് ഒരു വേള പൊറുതിമുട്ടിയ 2 ആൺമക്കള് അദ്ദേഹത്തെ കാശിക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അച്ഛന് മോഹമുണ്ട് കാശിക്ക് പോകണമെന്ന്. എങ്ങനെയായാലും മക്കൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു. കാശിക്ക് കൊണ്ടുപോയി ഗംഗാനദിയിൽ കൈ പിടിച്ച്, അച്ഛൻ്റെ കൈ പിടിച്ച് 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും കൈ പിടിച്ച് ഒന്ന് ഇറങ്ങുക. കുറച്ച് നല്ല ഒഴുക്കുള്ള സമയത്ത് പതുക്കെ കൈ വിടാമെങ്കിൽ അച്ഛൻ പതുക്കെ ഇങ്ങോട്ട് ഒഴുകി പോകാൻ മാത്രമല്ല, സാക്ഷാൽ കാശി വിശ്വനാഥന് പോലും ഇതറിയാൻ കഴിയില്ല. കരഞ്ഞ് ഗംഗയിൽ നിന്ന് കയറുകയും ചെയ്യാം. നാട്ടിൽ പോയി പറയാം അച്ഛൻ നഷ്ടപ്പെട്ടു എന്ന്, വിലപിക്കാം. എങ്ങനെയായാലും ഗംഗയിൽ ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ഈ ആൺമക്കളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ, കുറച്ച് മീതെ പോയാൽ ഗംഗാനദി ഇങ്ങോട്ട് തിരിയുന്ന അവിടെ ചെന്നാല് ഇതിലും അധികം ഒഴുക്കുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ അച്ഛനെ കൈവിട്ടത്, അച്ഛൻ ഒഴുകിപ്പോയത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇത് കേട്ടപ്പോൾ? അത് നിങ്ങൾക്ക് തന്നെ ഞാൻ വിട്ടുതരുന്നു. അടുത്തത് ഭാര്യയും ഭർത്താവും കൂടി നടത്തുന്ന ഒരു എണ്ണ ആട്ടുന്ന ഈ ചക്ക് എന്ന് പണ്ട് കാലത്ത് പറയും. പോത്തോ കാളയോ ഈ ഉപയോഗിച്ച് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന ചക്ക്. അതിൽ ഭർത്താവുണ്ടാവും, പിന്നെ നാളികേരമോ എള്ളോ കൊണ്ടുവന്നിട്ടുള്ള ഉടമസ്ഥനും ഉണ്ടാവും. ഈ ചക്ക് ഇങ്ങനെ തിരിയുമ്പോഴടുത്തന്നെ ഈ ചക്കാട്ടുന്ന ആളുണ്ടാവും. ഈ ചക്കാട്ടുന്ന ഈ ഭർത്താവ് ചക്ക് ഇങ്ങനെ ആടിക്കൊണ്ട് കുറേശ്ശെ എണ്ണ വരാൻ തുടങ്ങുമ്പോൾ ഒടുവിൽ അതിലൊരു തോർത്ത് മുക്കി അടുത്തുള്ളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ പിഴിയും. അങ്ങനെയാണ് എണ്ണ എടുക്കാറുള്ളത്. അന്ന് ഈ മില്ലുകളൊന്നും ഇല്ല ആ കാലത്ത്.
ചക്ക് ആടിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഭാര്യയുടെ ശബ്ദം. ഇവിടെ ഈ കുട്ടികളെ നോക്കാൻ ആരാ ഉള്ളത്? ഇവിടെ കാശ് നോക്കാനൊന്നും തീരെ ശ്രദ്ധയില്ല ഈ ഭർത്താവിന് അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛന്. ഇത്രയേറെ യാതന ഞാൻ അനുഭവിക്കുന്നു, ആരുണ്ട് എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് ഗംഭീര ബഹളം. ഭർത്താവ് എന്തു ചെയ്യും? ഈ എണ്ണയില് തോർത്തുമുണ്ട് മുക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുക. ഉടനെ തന്നെ ഈ തോർത്തുമുണ്ട് എടുത്തിട്ട് ഒരൊറ്റ ഓട്ടമാണ് വീടിന്റെ ഉള്ളിലേക്ക്. അവിടെ ഒരു പാത്രം വെച്ച് കാണും, അതിലിത് പിഴിയും എണ്ണ, എന്നിട്ട് പുറത്തേക്ക് വരും. ആരും അറിയാതെ വീണ്ടും ഈ സംഭവം ആവർത്തിക്കും. അങ്ങനെ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ഭാര്യയും ഭർത്താവും കൂടിയും ആരും അറിയാതെ എണ്ണ വീടിന്റെ ഉള്ളിലേക്ക് കടത്തുന്ന ഒരു രീതിയെ പറ്റിയാണ് രണ്ടാമത് പറഞ്ഞത്. ഇനി മൂന്നാമത് ഗുരു ശിഷ്യ ബന്ധമല്ല, ഗുരു ശിഷ്യ വിഷയമാണ്. ആയുർവേദ ആചാര്യനായ ഒരാൾ തന്റെ കൂടെ പഠിക്കാൻ വന്ന ഒരു ശിഷ്യനെയും കൂട്ടി ഒരു രാത്രി ഒരു രോഗിയെ നോക്കാൻ പോയി. അവിടെ വയറിന്റെ അസുഖം കൊണ്ട് പൊളയുന്ന രോഗിയോട് ചോദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ ആചാര്യൻ, എന്താ വല്ല ചക്കയോ മറ്റോ തിന്നോ ഇത്രയധികം അസുഖം വരാൻ? അത് സത്യമായിരുന്നു. പിന്നീട് അതിനുള്ള ചില പൊടിയൊക്കെ കൊടുത്ത് തിരിച്ചു പോന്നു ശിഷ്യനെയും കൂട്ടി. രാത്രി തിരിച്ചു വരുമ്പോൾ ശിഷ്യൻ ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഇത്ര എളുപ്പം ചക്ക തിന്നു എന്നുള്ളത് അനുമാനിച്ചത്? ഗുരുനാഥൻ പറഞ്ഞു, കട്ടിലിന്റെ ചോട്ട് ചക്കയുടെ 2 ചകിണി, ഒരു ചുളയുടെ ഒരു കഷ്ണം കിടക്കുന്ന കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് തിന്നു തന്നെ ആവുന്നുള്ളത്. ഓ, വല്ലാത്ത അത്ഭുതം. ശിഷ്യൻ പറഞ്ഞു, എങ്ങനെയായാലും 3 മാസത്തിനുള്ളിൽ ഇതേപോലെ തന്നെ രാത്രി മറ്റൊരു പേഷ്യന്റിനെ നോക്കാൻ ഒരു വിളി വന്നു. ശിഷ്യൻ പറഞ്ഞു, ഞാൻ പോയി നോക്കിക്കോളാം, അങ്ങ് വരണ്ട, അങ്ങ് ബുദ്ധിമുട്ടണ്ട. അവിടെ ചെന്ന് കട്ടിലിന്റെ അവിടെ ഇദ്ദേഹം പേഷ്യന്റിനെ നോക്കുന്നതിലും അധികം എന്തെങ്കിലും ക്ലൂ കിട്ടാനുണ്ടോ എന്നിങ്ങനെ തിരഞ്ഞു നോക്കുകയാണ്. അവിടെ വൈക്കോലിന്റെ ചെറിയ 2-3 കഷ്ണങ്ങൾ കിടന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ശിഷ്യൻ ചോദിച്ചു, എന്താ എങ്ങനെയെങ്കിലും വൈക്കോല് കഴിക്കാൻ ഇട വന്നു എന്ന്. ഗുരുവും ശിഷ്യനുമായ സംവാദത്തെ പറ്റിയാണ് ഇതിൽ ഉള്ള പരാമർശം. ഇനി മൂന്നാമതൊരു കഥ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ളതാണ്. മകൻ ഡോക്ടറാണ്, ഒരു സർജനാ. അച്ഛനുള്ള ഒരു സർജറി നിർവഹിക്കേണ്ട ഡോക്ടർ മകൻ. എല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് പോകുമ്പോൾ അച്ഛൻ മകനെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറായ മകനെ വിളിച്ച്, ആരാണോ തന്റെ സർജറി നടത്താൻ പോകുന്നത് ആ മകനെ വിളിച്ച് പറഞ്ഞു, മോൻ ഒരു കാര്യം ഓർത്തോ, കാര്യമൊക്കെ ശരിയാണ്, നീ എന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അമ്മ നിന്റെ അടുത്തേക്ക്, എന്ന് വെച്ചാൽ നിന്റെയും നിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും അടുത്തേക്ക് വന്ന് താമസിക്കും. അത് മനസ്സിൽ വെച്ച് നീ ഓപ്പറേഷൻ തുടങ്ങിക്കോളൂ. ഈ കഥകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അതിലത്തെ നർമ്മം, ഫലിതം, ഇത് ആവർത്തന വിരസത ചിലർക്ക് അനുഭവപ്പെടാം. എങ്കിലും എന്തെങ്കിലും അർത്ഥം കണ്ടെത്തുമെങ്കിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്.